ഗൈസ്, അപ്പോൾ നമ്മളെ കൊല്ലം ഷോറൂമിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ പുറകിലുണ്ട് വെഹിക്കിൾ മെഴ്സിഡീസ് ബെൻസിൻ്റെ GL ആണ്. ബെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, റോൾസ് റോയ്സ് പോലും ബെൻസ് എന്നൊരു സെഗ്മെൻറ്റ്, അതായത് ലക്ഷറി ബ്രാൻഡ് ആദ്യമായിട്ട് ഇറക്കിയത് നമ്മുടെ മെഴ്സിഡീസ് ബെൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോൾസ് റോയ്സ് പോലും ലക്ഷറിയിലോട്ട് കടന്നു വന്നത്. പിന്നെ ബെൻസ് അറിയാലോ, ഒരുപാട് കംഫർട്ടിൽ ഫോക്കസ് ചെയ്ത ഒരു കിടിലം വെഹിക്കിളാണ്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ കൊല്ലത്താണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ ബെൻസിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന്റെ GL വേരിയന്റ്. നമ്മൾ ഒരുപാട് കളേഴ്സ്, അതായത് വൈറ്റ്, അതുപോലെ തന്നെ റെഡ്, ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ്. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി കളറാണ്, അതായത് ഒരു ബ്രൗൺ കളറാണ്. ഇതങ്ങനെ അധികം ആളുകൾ കാണാറില്ല. പക്ഷേ ബെൻസിനെ സംബന്ധിച്ച് ആദ്യം നല്ല നോയ്സ് ഉണ്ടല്ലേ അവിടെ. ബെൻസിനെ സംബന്ധിച്ച് ഈ ഒരു കളറ്, അതായത് ചില കാറുകളിൽ, അതായത് സെഡാനിൽ ഈ ഒരു കളറ് അത്ര അങ്ങോട്ടൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ GL വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്കൊരു നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കളർ നമ്മൾ GL വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ GL കുറിച്ച് പറയാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ട്രൂ സ്ലാറ്റ് ഗ്രില്ലാണ്, അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എയർ ഇൻടേക്കിന്റെ ഓപ്ഷൻസ് കാരണം എയർ ഡാം പോർഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അലുമിനിയം ഫിനിഷാണ്, ക്രോം അല്ല, എല്ലാം അലുമിനിയം ഫിനിഷാണ് കേട്ടോ. അതായത് ബോണറ്റിൽ ലോഗും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഹെഡ് ലാമ്പ് വരുന്നത്. ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുന്നത് ഇത് സെനോന്റെ ഒരു LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഇത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ്. താഴെ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഒരു ഹെഡ്ലൈറ്റ് വാഷിംഗ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. ഫേക്ക് എയർടേക്ക് ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ് ആണ്. ബോണറ്റിലോട്ട് നല്ല പവർഫുൾ മസ്കുലർ ലൈൻസ് കാണാം. 1, 2, 3, 4 പവർഫുൾ മസ്കുലർ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബോണറ്റിന്റെ ഇവിടെ ലോഗോം കാര്യങ്ങളും വരുന്നുണ്ട്. വെഹിക്കിളിന്റെ സൈഡ് പ്രൊഫൈലിലോട്ട് ഏകദേശം ഒരു 4.6 മീറ്ററോളം ഈ വെഹിക്കിൾ ലെങ്ത് വരുന്നുണ്ട്. ഹാച്ച് ബാക്ക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ചെറുതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിന് ടയർ സൈസ് ഒക്കെ നോക്കുന്നത് 18 ഇഞ്ചിന്റെ ടയറാണ് കൊടുത്തിരുന്നത്. കണ്ടില്ലേ, 235 R18 ടയറാണ്, അലോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. അതുപോലെ തന്നെ 2.6 മീറ്ററോളം വീൽ ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഗ്ലാസ് ഏരിയയിലൂടെ കുറച്ച് ക്രോം എലമെന്റും കാര്യങ്ങളും കാണാം. നമ്മളിവിടെ മാത്രമേ ഇപ്പോൾ ക്രോം കണ്ടുള്ളൂ. ഫ്രണ്ടിലൊക്കെ അലുമിനിയാണ്. മിറർ വരുന്നുണ്ട്. മിററിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ചെയ്തിങ്ങനെ റൂഫ് റെയിൽ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭംഗിക്കും കാര്യങ്ങളും നല്ല റൂഫ് റെയിൽ വരുന്നുണ്ട്. അതും അലുമിനിയത്തിന്റെ ഒരു ഫിനിഷിലാണ്. പിന്നെ താഴോട്ട് ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുക്കുന്നത്. അതിങ്ങനെ ഈ വീലാർച്ചിലൂടെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഹാഷ് ബാക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും. GL 200 ബാഡ്ജിങ് ആണ്. CDI എന്ന് കാണാം. അതുപോലെ തന്നെ ബെൻസിന്റെ ലോഗോ ഒരു ഫാൻസി നമ്പറിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ബൂട്ടിന്റെ അവിടെ ഒരു ക്രോം എലമെന്റും കാര്യങ്ങളും കാണാം. താഴോട്ട് വരുമ്പോൾ ഡിഫ്യൂസറിലോട്ട് വരുമ്പോൾ ഒരു അലുമിനിയം ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് സാധാരണ ബെൻസിന്റെ കാണൽ ഇതിന്റെ നേരെ താഴത്തെ, പക്ഷേ ഈ കാണുന്നത് ഒറിജിനൽ എക്സോസ്റ്റ് ആണ്. പക്ഷേ പൈപ്പ് കുറച്ചുള്ളിലാണ്. ഡുവൽ എക്സോസ്റ്റ് ആണെന്ന് വെച്ചാൽ ഡുവൽ എക്സോസ്റ്റ് ആണ്, ഫേക്ക് അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹുക്കും കാര്യങ്ങളും കാണാം. പിന്നെ സ്പോയിലർ കൊടുത്തിരിക്കുന്നത്, ഡിഫോഗർ ലൈൻ വിത്ത് വൈപ്പർ. ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈൽ ലാമ്പ് ഒരു നോർമൽ ക്ലാസിക് സ്റ്റൈലാണ് കൊടുത്തിരുന്നത്. LED ആണ് വരുന്നത്. പിന്നെ ഷാർപ്പിന് ആൻറ്റിനൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ലാമ്പും കാര്യങ്ങളും കാണാം. ബൂട്ട് ഇലക്ട്രിക്കലല്ല, മാനുവലായിട്ട് ഓപ്പൺ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. ഇത് സ്പെയർ ടയർ ബെൻസിൻ്റെ പൊതുവെയുള്ളൊരു സെറ്റപ്പാണ്. ഈ ഒരു ഇത് അഴിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോങ് ഡ്രൈവ് പോകാൻ പറ്റും. പക്ഷേ സ്പെയർ വീലും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത്. ഏകദേശം 421 ലിറ്റർ 421 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ നല്ല രീതിക്ക് മുകളിൽ ഉയർന്നു വന്നത്, കുഴപ്പമില്ല അല്ലേ. ഇനി ഇതിൻ്റെ ഒരു പാർസൽ ട്രെയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ എത്തിയിട്ടേ എന്താ ക്വാളിറ്റി. ഇൻറ്റീരിയർ എന്നൊക്കെ നോക്കിയാൽ എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു സംഭവമാണ്. ഇവിടെ ചെറിയൊരു മൈക്ക് കാണാം, നല്ല ഭംഗിയുണ്ട് കാണാം. ഇത് എന്താ പറയുക, നല്ല ഭംഗിയിൽ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ സെയിലിനുള്ള വെഹിക്കിളാണ്, നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് പോവാം. ഇതൊരു 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, കാരണം നല്ല സൈലൻറ്റ് ക്യാബിനാണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഓൺ തന്നെയാണ്. പിന്നെ ഒരു ബെൻസിൻ്റെ ലോഗോ കാണാം. അലുമിനിയം ഫിനിഷൊന്നും ഇല്ല, റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളും വരുന്നതാണ്. ഈ ഭാഗത്തോട്ട് നമുക്ക് ഇതിൻ്റെ മീഡിയ കൺട്രോൾസ് ആണ്. ഇതിലൊരുപാട് സംഭവങ്ങൾ കാണിക്കട്ടോ. അതായത് ഇതിൻ്റെ ട്രിപ്പും പിന്നെ സർവീസും അങ്ങനത്തെ ടയർ പ്രഷറിൻ്റെ വാണിങ്ങും പിന്നെ ഹെഡ്ലൈറ്റിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് വാണിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. അനലോഗ് മീറ്ററാണ്. പിന്നെ ചെറിയൊരു ഡിജിറ്റൽ സ്ക്രീനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ. പിന്നെ ഇത് നമുക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം. ലൈറ്റും അതുപോലെ തന്നെ വൈപ്പർ കൺട്രോളും മറ്റേ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തോട്ടാണ് അതിൻ്റെ ഗിയർ നോബ് വരുന്നത്. പിന്നെ AC വെന്റിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു
സർക്കിളേഴ്സ് ഇവൻറ്റും കാലം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു സ്ക്രീനാണ്. അത് ടച്ച് ആണെന്ന് ചോദിച്ചാൽ ടച്ച് അല്ല. കണ്ടില്ലേ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ വരുന്നുണ്ട്. ഇതിങ്ങനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് മേലോട്ടും താഴോട്ടും ഒക്കെ ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുന്ന് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അങ്ങനത്തെ സംഭവം തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡീസൻറ്റ് സൈസിലുള്ള സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നല്ല ക്വാളിറ്റി ആട്ടോ, ഒരു നല്ല ക്വാളിറ്റിയിലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ ലെതർ റാപ്ഡ് ആണ്, ഇവിടെയൊക്കെ ലെതർ റാപ്ഡ് ആണ്. വൂഫർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രിംസും കാണുന്നതാണ്, നല്ലൊരു ഭംഗിക്ക് വേറെ ട്രിമ്മാണ്. ഇത് നമ്മൾ ബെൻസിലാണ് നമ്മളിതുവരെ കാണാത്തൊരു ട്രിംസാണ്. പിന്നെ ഇവിടെ ബീച്ച് കളറാണ്, ബ്ലാക്ക് ഫിനിഷ് ആണ്. രണ്ട് സൈഡും, പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും മെമ്മറി ഫംഗ്ഷനോട് കൂടി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വർക്കിംഗ് ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ. ഇവിടെ 4 ഡോർ വിൻഡോ കൺട്രോൾസ് ആൻഡ് മിറർ കൺട്രോൾ ആണ്. പിന്നെ ഇവിടെയാണ് ലൈറ്റ്സിൻ്റെ കൺട്രോൾ വരുന്നത്. പിന്നെ ഇതിന് പാർക്കിംഗ് അതായത് ഹാൻഡ് ബ്രേക്കിന് ഈ ഒരു സെറ്റപ്പാണ്. സാധാരണ നമുക്ക് കാലിൻ്റെ അവിടെ കാണില്ല, പക്ഷേ ഇതിൻ്റെ ഈ ജസ്റ്റ് പുള്ള് ചെയ്താൽ ബ്രേക്ക് റിലീസ് ആകും. അതുപോലെ തന്നെ എൻഗേജ് ആക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്യാം. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ കൺട്രോൾസ് തന്നെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ അറിയില്ല, ഫീച്ചേഴ്സ് മെഴ്സിഡീസ് ബെൻസ് ആണ്. അപ്പോൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. എല്ലാത്തും ABS കൺട്രോൾസും പിന്നെ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങും ഹില്ലോൾഡ് സിസ്റ്റം, അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ലൈറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ഇലക്ട്രിക് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇത് പാനറോമിക് ആണ്. ഞാൻ കാട്ടിത്തരാം. ബാക്കിലോട്ടും കണ്ടോ ഈ ഒരു സിസ്റ്റം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ആണ്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. ചെറിയൊരു മിററും കാര്യം കൊടുത്തിട്ട് നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ്, ഇവിടെ ക്ലോ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ക്ലോ ബോക്സ്, ബോട്ടിൽ ഹോൾഡേഴ്സ്, നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ജസ്റ്റ് സ്ലൈഡബിൾ ആണ്. ഇവിടെ നിന്ന് പിടിച്ച് നോക്കിയാൽ അതിനുള്ളിൽ ചെറിയൊരു സംഭവം വരുന്നു, ബ്ലാക്ക് സാധനം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ USB കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ 12 വോൾട്ടിൻ്റെ സോക്കറ്റും കാര്യം വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കീ. ബാക്ക് സൈഡിൽ ഇതാണ് ഒരു പെർഫെക്റ്റ് തന്നെയാണ്. ഇതാണ് ഫ്രണ്ട് സൈഡിലോട്ടുള്ള വ്യൂ. ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഞാനിത് അടച്ചൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് റൂഫ് വരുന്നുണ്ട്, പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്. ഇവിടെ ഹാൻഡിൽസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ ഫിനിഷും ഒക്കെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ബെൻസ് പിന്നെ അറിയാമല്ലോ, ആ ക്വാളിറ്റി കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത സാധനമാണ്. നല്ല ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. കുഴപ്പമില്ല, തൈ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഞാൻ അത് കുറച്ച് ബാക്കിലോട്ട് ഇട്ടിക്കണം. നിങ്ങൾക്ക് ആ സ്പേസ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഏകദേശം 172 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. തൈ സപ്പോർട്ടിൽ ചെറിയൊരു സംഭവം ഉണ്ട്. അത് എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല. 3 അഡ്രസ്റ്റ് വരുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. സൺലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻറ്റീരിയറാണ്, പക്ഷേ കുഴപ്പമില്ല അല്ലേ. എങ്കിൽ പോലും ആ ഒരു വിസിബിലിറ്റിയും ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയൊക്കെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ടണലൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ടണലാണ്. 3rd പാസഞ്ചറിന് ഇരിക്കുക. 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കുക കേട്ടോ. ഹെഡ് സ്പേസ് ഒക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ റൂമും നല്ല രീതിക്കുണ്ട്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ. ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കംഫർട്ടാണ് ഇരിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൽ ഇരിക്കുന്ന പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള എൻജിൻ ബേ വരുന്നത്. നല്ല വെൽ പാക്ഡ് ആണ്, നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. കണ്ടില്ലേ, ഒരു തരത്തിലുള്ള തുരുമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ വേറെ സംഭവം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് സ്റ്റഡ് അല്ല, ഇൻസുലേഷൻ വരുന്നുണ്ട്. നമുക്ക് സാധാരണ നോർമൽ കാറിൽ കാണുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് വരുന്നത്. പെൻസ് ഇതിൽ ഹൈഡ്രോളിക് സ്റ്റഡ് കൊടുത്തിട്ടില്ല. വെഹിക്കിൾ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രൈവ് ചെയ്യാം. ആദ്യം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാം. ഇതാണ് എനിക്ക് ഗിയർ നോബ് വരുന്നത്. ഡ്രൈവിലോട്ട് ഇട്ടു. ഈ ബ്രേക്ക് കാലെടുക്കാം. കണ്ടില്ലേ, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. എത്ര പെട്ടെന്നായി 80-100 എത്തിയത് നമുക്ക് മനസ്സിലാവും. ഇത് 2.1 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 136 bhpയും അതുപോലെ തന്നെ 300 Nm ടോർക്കുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ കൊല്ലം ഹൈവേയിലാണ്. ഇവിടെ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് നമ്മൾ ഷോപ്പൊന്ന് കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 18 കിലോമീറ്ററോളം മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഈ ഒരു വെഹിക്കിൾ ഹൈലൈറ്റ് ഫീച്ചർ. അപ്പോൾ നമുക്ക് ഈ വെഹിക്കിൾ സ്പോൺസർ ചെയ്തിട്ട് നമ്മളെ കൊല്ലം ഫോക്കസ് മോട്ടോഴ്സ് ആണ്. ഹൈവേയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. കണ്ടില്ലേ, ഫോക്കസ് മോട്ടോഴ്സ്. ഒരുപാട് വെഹിക്കിൾ ഉണ്ട്, കംഫർട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട്
കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആ സസ്പെൻഷൻ്റെ ഒക്കെ കണ്ടില്ല, സ്മൂത്ത്നെസ് എൻ്റെ പൊന്നോ, നല്ല കംഫർട്ടുള്ളൊരു വെഹിക്കിളാണ്. എനിക്ക് ആ ഒരു ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിക്ക് സസ്പെൻഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്. ലൈറ്റ് വെയ്റ്റ് സ്റ്റിയറിംഗ് വീലാട്ടോ വണ്ടിയിൽ. ഒരു ബുദ്ധിമുട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും. ഏത് സ്പീഡിൽ പോയാലും ഹാൻഡ്ലിങ് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഇപ്പം എൻ്റെ പ്രത്യേകത. നല്ല കംഫർട്ടാണ് ഇതിൻ്റെ. ആ ക്രൂസിങ്ങൊക്കെ നോക്കിയാൽ നല്ല പവർഫുൾ അല്ലേ. പിന്നെ ഇത് 7 സ്പീഡ് DCT ആണ് വരുന്നത്. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡിൻ്റെ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല രീതിക്ക് ഡ്രൈവിങ് ആസ്വദിക്കും. ബെൻസ് പൊതുവേ കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാപ്പബിലിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല രീതിക്ക് ക്രൂസ് ചെയ്യാനൊക്കെ പറ്റിയ വെഹിക്കിൾ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പവറും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. പിന്നെ ഏതൊരാൾക്കും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വെഹിക്കിളും കൂടെ തന്നെയാണ് നമ്മുടെ GLൻ്റെ പെട്രോൾ വെർഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, റെഡും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ബ്ലാക്ക് ആണ് വരുന്നത്. ഇനി അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നീളം കാര്യങ്ങളും അതായത് ഓവർ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇതിനുള്ളിൽ കൂടെ ഇപ്പോൾ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഒരു ടെൻഷനും കൂടാതെ. ബെൻസ് പൊതുവേ നല്ല നീളമുണ്ട് എന്ന് എല്ലാവരും പറയാം. അങ്ങനത്തെ എടുക്കാൻ പറ്റിയൊരു വെഹിക്കിളാണ്. ഏത് ഇതിൻ്റെ ഉള്ളിലൂടെയും ട്രാഫിക്കിലൂടെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. വണ്ടിയിൽ വെഹിക്കിൾ ഇപ്പോൾ സ്റ്റോപ്പ് ഒന്ന് കാലെടുത്താൽ വണ്ടി സ്റ്റാർട്ടായി. അതൊക്കെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. സോ നമുക്ക് വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസോട്ട് പോകാം. ഇപ്പോൾ അത് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLA CDI എഞ്ചിൻ, അതായത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന ഒരു വെഹിക്കിളാണ്. ഒറിജിനൽ കേരള വെഹിക്കിളാണ്. ഏകദേശം 1,06,000 കിലോമീറ്ററാണ് ഈ വെഹിക്കിൾ റൺ ചെയ്തിരിക്കുന്നത്. ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. മെയിൻ്റെനൻസ് കുറവായിട്ടുള്ളൊരു എഞ്ചിനാണ്. അതായത് മെയിൻ്റെനൻസ് കുറവായിട്ടുള്ളൊരു ബെൻസാണ്. ഇത് 3rd ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ് കേട്ടോ. ഒറിജിനൽ കേരളയാണ്, ഫാൻസി നമ്പറാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ കിടക്കുന്നത് നമ്മുടെ കൊല്ലം ഷോറൂമിലാണ്, കൊല്ലം ഫോക്കസ് മോട്ടോഴ്സിലാണ് ഈ ഒരു വെഹിക്കിൾ കിടക്കുന്നത്. പിന്നെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ അങ്ങനത്തെ ഒന്നുമില്ല വെഹിക്കിളിൽ. അതുപോലെ തന്നെ ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 16,75,000 ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. സ്ലൈറ്റ്ലി എന്ത് ചെയ്യാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുപോലത്തെ പ്രീമിയം കാർസിനെ കുറിച്ചും നോർമൽ കാർസിനെ സെയിൽസിനെ കുറിച്ചും റിവ്യൂവിനെ കുറിച്ചും അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.